കേന്ദ്ര സർക്കാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റിൽ കേരളം എന്നൊരു വാക്കുപോലും ഇല്ല. വേദത്തിൽ വെള്ളം ചൂടാക്കിയടി മേലാകെ അസല് വേദന. അങ്ങോട്ടും ഇങ്ങോട്ട് കാറിലൊരു ഒറ്റ ഇരിപ്പായിരുന്നേ. കാറിലോ? ലോറി പുറത്തല്ലേ? കേന്ദ്രമന്ത്രി രാജ്യസഭയിലൂടെ പോയി കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ പറയുകയാണ്, കേരളം പിന്നോക്ക പ്രദേശമാണെന്നൊരു അരപ്പായ കടലാസിൽ ഇങ്ങോട്ട് എഴുതിത്ത എന്നാ ഞങ്ങൾ പരിഗണിക്കാം എന്നാ. വെൽ ഡൺ മൈ ബോയ്. ഞാനത് കോരി തെറിച്ചു പോയി. നമ്മുടെ മാനങ്കര മണ്ഡലത്തിലെ ഇപ്രാവശ്യം 7000 വോട്ടാ പാർട്ടിക്ക് കൂടുതൽ. അതിന്റെ പിന്നിൽ എന്റെ ശക്തമായ കൈകളാണ് പ്രവർത്തിച്ചതെന്ന് മൂപ്പരുടെ ചെവിയിൽ ആരോചെന്ന് പറഞ്ഞു. പിന്നെ കേരളം കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് അർഹമായ തുകയ്ക്ക് വേണ്ടിയിട്ടല്ലേ കേരളം ചോദിച്ചത്? അത് ചോദിച്ചു വാങ്ങാൻ കെൽപ്പില്ലാത്ത ഒരു കൂട്ടരാണ് കേരളം ഭരിക്കുന്നത് എന്നൊരു ദൗർഭാഗ്യം മാത്രമേ കേരളത്തിലുള്ളൂ. പേര് പറ. രാജ്ഭവന്റെ ഗേറ്റ് കടക്കാൻ പറ്റുമോ? നീ കുറെ കൂടുന്നുണ്ട്. പാർട്ടിയിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. വൈകുന്നേരം ടൗണിലേക്ക് വാ. കൃതജ്ഞതാ സമ്മേളനത്തിന് ഞാൻ നടത്താൻ പോണ പാരമ്പര്യമായിട്ടുള്ള മലയാളി വിരോധമാണ് ജോർജ് കുര്യന്റെ വായിന്ന് പുറത്തു വന്നത്. തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിട്ടുള്ള MP കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? ഗോത്രവർഗ വിഭാഗങ്ങളുടെ കാര്യം നോക്കാൻ ഉന്നത കുലജാതർ അല്ലേ? ഇനി നമ്മൾ കൂടേണ്ടതാണ്. അതുകൊണ്ട് അധികം ചിരിയൊന്നും പാടില്ല. കടുത്ത നടപടി സ്വീകരിക്കുന്നത്